ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്നൊരു ഔട്ടിങ്ങിന് പോവാണ്. ഔട്ടിങ്ങെന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ പോകാനുണ്ടായിരുന്നു. അങ്ങനെ ആദ്യം തന്നെ പോയിട്ടുണ്ടായിരുന്നത് സെൻറ്റ് മേരീസിലോട്ടാണ്. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മു ചേച്ചി ഇപ്പോൾ 10th കഴിഞ്ഞല്ലോ. അപ്പം ചേച്ചി ഉണ്ടായിരുന്ന സ്കൂളിലല്ല ഇപ്പം പഠിക്കാൻ പോകുന്നത്, സെൻറ്റ് മേരീസിലോട്ടാണ് പോകുന്നത്. അപ്പം അഡ്മിഷൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ സെറ്റാക്കാനാണ് പോയത്. അങ്ങനെ ഏകദേശമൊക്കെ സെറ്റായി. അപ്പോൾ ഞങ്ങൾ ക്യാമറ ഓണാക്കിയിട്ട് എന്തൊക്കെയോ ഒക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയിട്ടുണ്ടായിരുന്ന ബ്രോഡ്വേയിലോട്ടാണ്. സ്കൂളിലെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനാണ് പോയത്. ഞങ്ങൾ സാധാ തൃപ്പൂണിത്തുറ മാർക്കറ്റിൽ നിന്നാണ് വാങ്ങാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം ബ്രോഡ്വേ അവിടെ വരെ അടുത്ത് വരെ വന്നതല്ലേ, അപ്പോൾ ബ്രോഡ്വേയിൽ നിന്ന് വാങ്ങി. ആദ്യം ഞങ്ങൾ ചെരുപ്പൊക്കെയാണ് കേട്ടോ വാങ്ങിയത്. അമ്മയ്ക്ക് ഷൂസ്, പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് സാൻഡൽസ്. പിന്നെ ഞങ്ങൾ സ്റ്റേഷനറി കടയിൽ കയറി. ഞങ്ങളെല്ലാ സംഭവങ്ങളൊന്നും എല്ലാം വാങ്ങി, പക്ഷെ ഞങ്ങളെല്ലാം കാണിക്കുന്നില്ല. അടുത്തത് നമ്മൾ ശരവണ ഭവനിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ശരവണ ഭവൻ എത്തി. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ബ്രാഞ്ചിൽ വരുന്നത്. അങ്ങനെ ഞങ്ങൾ ഉള്ളിലോട്ട് കയറിയ സമയം കൊണ്ട് അച്ഛൻ പാർക്ക് ചെയ്യാൻ പോയിട്ടോ. ഞങ്ങൾ 4 പേര് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന മസാല ദോശയാണ്. ഞങ്ങൾക്ക് 4 പേർക്ക് മസാല ദോശ നന്നായിട്ട് ഇഷ്ടമാണ്. ഇത് അമ്മ ഫോട്ടോ എടുക്കുവാന്ന് വിചാരിച്ചാൽ പോസ് ചെയ്യാണ്, പക്ഷേ ഞാൻ വീഡിയോ ആയിരുന്നു എടുത്തത്. അപ്പോൾ ഭക്ഷണമൊക്കെ വന്നു കേട്ടോ. എനിക്ക് വടയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട അവിടുത്തെ. പക്ഷേ മസാല ദോശയും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് ദൂരെയായിരുന്നു പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന, അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടം വരെ നടക്കണമായിരുന്നു. ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ അടുത്തത് ഞങ്ങൾ പോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത് മലബാർ ഗോൾഡൻ ഡയമണ്ട്സിലോട്ടാണ്. എന്തിനാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ ചോദിച്ചിട്ട് ഒരു മോതിരമുണ്ട്. ആ മോതിരത്തിൽ ഒരു കല്ല് അതെങ്ങനെയോ താഴെ വീണു. അത് എവിടെ ഉടക്കിയിട്ടാണെന്ന് തോന്നുന്നു. അപ്പം അത് നമുക്ക് ഭാഗ്യത്തിന് കിട്ടി. അപ്പം നമ്മളൊരു ചെറിയൊരു പേപ്പറിൽ പൊതിഞ്ഞിട്ട് അത് അവർക്ക് കൊണ്ടുപോയി കൊടുത്തു. അപ്പോൾ അവർ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. 2nd ഫ്ലോറിലോട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2nd ഫ്ലോറിലോട്ട് ലിഫ്റ്റ് കയറി പോവാണ്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ അവർ പറഞ്ഞു കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരും. ബൈ.